തിരഞ്ഞെടുപ്പ് പൾസറിഞ്ഞും ജനമനസ് തൊട്ടറിഞ്ഞും റിപ്പോർട്ട് ഇലക്ഷൻ എക്സ്പ്രസ് ആലപ്പുഴയിൽ ജി സുധാകരനായി അരാഷ്ട്രീയ സഖ്യം കൈകോർത്തുവെന്ന ആരോപണം LDF ഉയർത്തുമ്പോൾ ജനം തിരിച്ചടിക്കൊരുങ്ങിയെന്ന മറുപടിയാണ് UDFന്റേത്. വിവിധ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളും യാത്രയിൽ അണിചേർന്നു. ജി സുധാകരന്റെ കൂടുമാറ്റത്തിലൂടെ രാഷ്ട്രീയ പ്രകമ്പനമുണ്ടായ ആലപ്പുഴയുടെ മണ്ണിലൂടെയായിരുന്നു ഇലക്ഷൻ എക്സ്പ്രസിന്റെ ഇന്നത്തെ യാത്ര. ആ പിരിമുറുക്കം നേതാക്കളുടെയും അണികളുടെയും വാക്കുകളിൽ പ്രകടം. എന്താണ് അമ്പലപ്പുഴയിലെ ഒരു ട്രെൻഡ്? പതിരിച്ചിട്ട് തുപ്പാനും മേല, കഴിച്ചിട്ട് ഇറക്കാനും മേല. ഞങ്ങൾ വളർത്തിക്കൊണ്ടുവന്ന ഞങ്ങളെ എതിർ സ്ഥാനാർത്ഥി അയാൾക്ക് ഞങ്ങൾ എല്ലാ പരിപാടികളും. സുധാകരനെയാണോ ഉദ്ദേശിച്ചത്? അതെ, സുധാകരനെ തന്നെ. ജി സുധാകരന്റെ വ്യക്തിത്വമാണ്. ആ വ്യക്തിത്വത്തിനാണ് വോട്ട്. തീർച്ചയായും. SDPI ചാപ്പ ജനം തള്ളിക്കളഞ്ഞതാണെന്ന് LDF സ്ഥാനാർത്ഥി H. സലാം. ഈ നിമിഷം വരെയും ഒരുപാട് ചുമതല പാർട്ടിയെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇവിടെ തന്നെ അമ്പലപ്പുഴയിൽ SFI, DYFI പാർട്ടി 3ന്റെ ഏരിയ സെക്രട്ടറി ആയിട്ട് പാർട്ടിയുണ്ട്. ചാപ്പകുത്തൽ ഇങ്ങോട്ട് വേണ്ട എന്നാണ്. നിശ്ചയമായ ചാപ്പ കുത്തിയിട്ട് ഈ നാട് സ്വീകരിച്ചില്ലല്ലോ. എല്ലാ ജാതിമത വിഭാഗത്തിൽ പെടുന്നവർ താമസിക്കുന്ന എല്ലാ പ്രദേശത്തിലേക്കും ഭൂരിപക്ഷം കിട്ടി. 2021 കൈവിട്ട 8 സീറ്റുകളും തിരിച്ചുപിടിക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ്. 1 എന്നുള്ളത് 8 UDFും 1 LDFും ആയിട്ട് മാറും. 1 9-0 ആകാം. ടെൻഷൻ ഒന്നുമില്ലാതെ കൂളായി ചിത്തരഞ്ജൻ. ടെൻഷന്റെ ആവശ്യമില്ല. 9 ദിവസമേ ഉള്ളൂ. ജനങ്ങളിൽ പൂർണ്ണമായ വിശ്വാസം ഉണ്ടെങ്കിൽ എന്തിനാ ടെൻഷൻ? ആലപ്പുഴ, അമ്പലപ്പുഴ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളും നിലപാടുകളുമായി ഒത്തുചേർന്നു. ഒടുവിൽ കേരളത്തിന്റെ പടനായകൻ VSന്റെ ജ്വലിക്കുന്ന ഓർമ്മകളും പങ്കുവെച്ച് റിപ്പോർട്ടർ ഇലക്ഷൻ എക്സ്പ്രസ് അടുത്ത ജില്ലയിലേക്ക്. മതേതരത്വ ഭാരതം മരിച്ചിടാതെ കാക്കണം, അമ്പലത്തിൽ പള്ളി ആരാധനാലയങ്ങളിൽ ഹിന്ദുവാണ്, ക്രിസ്ത്യനാണ്, മുസ്ലിമാണ് ഞങ്ങൾ. ടീം ഇലക്ഷൻ എക്സ്പ്രസ് റിപ്പോർട്ടർ.